ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഓണക്കാലം കൂടി കടന്നു വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഓണം സീരീസ് ഇന്ന് മുതൽ തുടങ്ങുകയാണ് കേട്ടോ. ഈ ഓണക്കാലത്ത് എൻ്റെ അടുക്കളയിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ റെസിപ്പീസാണ് ഞാനിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഏത്തക്കായ ചിപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കായ പൊളിച്ച് അതിലേക്ക് ഇടുമ്പം അതിലെന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നല്ലൊരു വൃത്തിയുള്ള തുണിയിൽ അതൊന്ന് കഴുകി നല്ലപോലെ തുടച്ചെടുക്കുക. എന്നിട്ട് നല്ല ഈവൺ സൈസിലത് അരിഞ്ഞെടുക്കുക. ഒത്തിരി കട്ടി വേണ്ട, എന്നാൽ ഒത്തിരി കട്ടി കുറയാനും പാടില്ല. അങ്ങനെ ഒരു മീഡിയം സൈസ് വെച്ചിട്ട് ഒരേപോലെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഞാനിതിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ ഒരു അളവിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം കുറച്ച് ഉപ്പ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാവരും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിക്കുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ഉപ്പ് എണ്ണയിലോട്ട് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട, ഒന്നും ഉണ്ടാവില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കായ പീസുകൾ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കുന്ന വരെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഇത് വറുത്ത് കോരിയെടുക്കാം. മൂക്കുന്നതിനനുസരിച്ച് ഇതിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കളറൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് വറുത്ത് വരുന്നതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് അറിയാം വെച്ചാൽ നമ്മൾ ഈ ഇതിലെടുക്കുമ്പോൾ നല്ല കലകലേന്ന് ശബ്ദം കേൾക്കും. അതാണ് അതിൻ്റെ മൂപ്പിൻ്റെ അളവ്. ഇപ്പം നമ്മുടെ ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വറുത്ത് കോരി പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എനിക്ക് വേറെ ഇനി വറുക്കാനുണ്ട്, ഞാനത് പക്ഷേ ഇതിൽ ആഡ് ചെയ്യുന്നില്ല എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഓണം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നേന്ത്രക്കായ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. നമ്മുടെ ഓണം സീരീസ് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അപ്പം എനിക്കറിയാവുന്ന എൻ്റെ കുട്ടിക്കാലത്തുള്ള എല്ലാ വിഭവങ്ങളും ഞാനിതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.